ഹലോ, ഇന്നിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ദാ ഈ കാണുന്ന ഈ ഒരു ചെറിയ സ്പേസിൽ നമുക്കൊരു കുട്ടി കണ്ണനെ വരയ്ക്കാം. കണ്ണൻ രാധമാർക്ക് എപ്പോഴും ഒരു വീക്ക്നെസ് ആണല്ലോ. നമുക്ക് ഫസ്റ്റ് പെൻസിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ഞാൻ പിൻട്രസ്റ്റിൽ നിന്നൊരു ഇമേജ് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട്. അവിടെ വ്യക്തമായിട്ട് ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ഉള്ളതുകൊണ്ട് കാണാത്തതാണ്, ചെറുതായിട്ട് കാണാം അല്ലേ? അപ്പോൾ ഔട്ട്ലൈൻ വരച്ചു. ഇനി അക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ബ്ലാക്ക്, അതിനകത്ത് ആ ഇല്ലാത്തൊരു ഷെയ്ഡ് ബ്ലാക്കാണ്. ബ്ലാക്ക് ഉപയോഗിച്ചിട്ട് ആ ഔട്ട്ലൈൻ ഞാനൊന്ന് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ഒരു കയ്യിൽ ക്യാമറയും മറ്റേ കൈ കൊണ്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ആ വരയ്ക്കുന്നത് മാത്രം ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് പിന്നെ വരച്ചത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ സിംഗിൾ ഏറ്റവും ലൈറ്റ് ബ്രഷല്ല, അതിൻ്റെ ഒരു മീഡിയം സൈസുള്ള ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. വരച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കളർ കൊടുക്കണോ കൊടുക്കണ്ടേ? ഞാൻ എടുത്ത ഇമേജിൽ ഇതിന് കുറച്ച് കളർഫുള്ളായിരുന്നു ഇത്. പക്ഷെ എനിക്ക് കളർ കൊടുക്കാൻ തോന്നിയത് നമ്മുടെ കണ്ണന് കളർ എല്ലായിടത്തും ഇല്ലെങ്കിലും പുള്ളി ബ്യൂട്ടിഫുൾ അല്ലേ? അപ്പോൾ പുള്ളിയുടെ ആ ഒരു ഗോപി, ആ പൊട്ടിലും ലിപ്സിലും പിന്നെ ആ ഓടക്കുഴലിൻ്റെ കുഞ്ചലത്തിൽ മാത്രമേ ഞാൻ കളർ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആൾ സുന്ദരനായിട്ടുണ്ട്. ആൾക്ക് ഇത്രയും മതി. കാർ വർണ്ണനല്ലേ? കാർ വർണ്ണന ഒത്തിരി കളേഴ്സൊന്നുമില്ല, നമ്മളുടെ ചിന്താശേഷിയിൽ വരുന്നതാണ് കാർ. ഇനി എന്ത് വരച്ച് കഴിഞ്ഞാലും നമുക്കൊരു സെൽഫി മസ്റ്റാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സെൽഫ് വീഡിയോ എടുത്തു. ആൾ വളരെ ക്യൂട്ടായിട്ടുണ്ട്. നിങ്ങൾക്കത് ക്യൂട്ടായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. ചെറിയൊരു ഒത്തിരി ചെറുതല്ല, കുറച്ചൊരു മീഡിയം സൈസിലാണ് ഞാൻ വരച്ചേക്കുന്നത്.